പോളി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ലൈഫ് ഇൻ ദി സിറ്റി ചേഞ്ച് പോളിയാസ് ഹസ്ബൻഡ്? സിറ്റിയിലെ ലൈഫ് എങ്ങനെയാണ് പോളിയുടെ ഹസ്ബൻഡിനെ ചേഞ്ച് ചെയ്തത്? സിറ്റി ലൈഫ് മെയ്ഡ് പോളിയാസ് ഹസ്ബൻഡ് ലിറ്ററേറ്റ്. സിറ്റി ലൈഫ് പോളിയുടെ ഹസ്ബൻഡ് ലിറ്ററേറ്റ് ആക്കി, അതായത് എഡ്യൂക്കേറ്റ് ആക്കി, വിദ്യാഭ്യാസം കൊടുത്തു. ഇറ്റ് എനേബിൾഡ് ഹിം ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓഫീസറായി മാറാൻ അദ്ദേഹത്തെ അത് സഹായിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് പോളിയാസ് റെസ്പോൺസ് വെൻ ഹിസ് ഹസ്ബൻഡ് ആസ്ക്ഡ് ഹെർ ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്? പോളിയുടെ ഹസ്ബൻഡ് പോളിയോട് റീഡ് ചെയ്യാനത്, എഴുതാനും വായിക്കാനും പഠിക്കാൻ പറഞ്ഞപ്പോൾ പോളിയുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? പോളിയ കെപ്റ്റ് ഓൺ വെയിങ് ഹർ ഹസ്ബൻഡ് ഡിമാൻഡ്. സോറി, വെയിറ്റിംഗ് ആണ്, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, WAITANG, വെയിറ്റിംഗ് ആണ്. പോളിയുടെ ഹസ്ബൻഡിന്റെ ആ ഒരു ഡിമാൻഡിനെ പോളിയ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അതായത് പോളിക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഷീ സെഡ് ദാറ്റ് there was no need for everyone who was getting old to learn to read and write. വയസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് റീഡ് ചെയ്യാൻ ലൈറ്റ് ചെയ്യാനും, അതായത് എഴുതാനും വായിക്കാനും പഠിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് പോളിയ അദ്ദേഹത്തോട് പറഞ്ഞത്. തേർഡ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ ബുക്ക് വിൽ ബി ഓഫ് എനി ഹെൽപ്പ്? എക്സ്പ്ലെയിൻ. ഇപ്പം നമ്മുടെ പോളിയുടെ ഹസ്ബൻഡ് പോളിയയ്ക്ക് ഒരു ബുക്ക് എഴുതി പഠിക്കാൻ വേണ്ടി, അത് പോളിയയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് സഹായിക്കുമോ എന്നാണ് ചോദ്യം. ഐ തിങ്ക് ദ ബുക്ക് വിൽ ബി ഹെൽപ്ഫുൾ. ആ ഒരു ബുക്ക് എന്ത് ചെയ്യും? പോളിയെ സഹായിക്കും. ഇറ്റ് വിൽ ഹെൽപ്പ് ഹർ ഫോർ സെൽഫ് ലേണിംഗ് ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ് ബൈ ദംസെൽവ്സ്. പോളിയെ എന്തോ ചെയ്യും? അത് എഴുതാനും വായിക്കാനും പഠിപ്പിക്കും. പോരാത്തതിന് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അത് എഴുതാനും വായിക്കാനും പഠിപ്പിക്കും. അങ്ങനത്തെ ഒരു ബുക്കാണ് പോളിയുടെ ഹസ്ബൻഡ് പോളിക്ക് കൊടുത്തത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോളിയാസ് ആറ്റിറ്റ്യൂഡ്? ഡു യു എഗ്രി വിത്ത് ഹർ? പോളിയുടെ ആറ്റിറ്റ്യൂഡിനോട് നിങ്ങളുടെ റെസ്പോൺസ് എന്താണ്? നിങ്ങൾ ആ പോളിയുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് എഗ്രി ചെയ്യുന്നോ? ഐ ഡിസഗ്രി വിത്ത് പോളിയാസ് ആറ്റിറ്റ്യൂഡ്. എനിക്ക് പോളിയുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ല, ഡിസഗ്രി ആണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ എൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ടു സർവൈവ് ഇൻ ദിസ് വേൾഡ്. അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് ഈ ലോകത്ത് സർവൈവ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലിറ്ററസി ഈസ് നെസസറി ഫോർ എവരിവൺ ഇൻ ഓർഡർ ടു ബി സെൽഫ് സഫിഷ്യന്റ് ആവാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ ഒരാൾക്ക് എന്ത് ചെയ്യണം? ലിറ്ററസി വേണം. അതിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് പോളിയ കൺക്ലൂഡ് ദാറ്റ് ഹർ ഹസ്ബൻഡ് വാസ് ഇൻ ലവ് വിത്ത് അനദർ വുമൺ? തന്റെ ഹസ്ബൻഡ് മറ്റൊരു സ്ത്രീയുമായി പ്രണയബന്ധത്തിലാണെന്ന് ഉറപ്പുവരുത്താൻ പോളിയെ സഹായിച്ചത് എന്താണ്? ഹൗ ഡിഡ് പോളിയ റിയാക്ട്? എങ്ങനെയാണ് പോളിയ അതിനെതിരെ റിയാക്ട് ചെയ്തത്? പോളിയ ഗോട്ട് എ ലെറ്റർ ഫ്രം ഹർ ഹസ്ബൻഡ്സ് ജാക്കറ്റ്. ഹസ്ബൻഡിന്റെ ജാക്കറ്റിൽ നിന്നും പോളിയയ്ക്ക് ഒരു ലെറ്റർ കിട്ടി. ഇറ്റ് മെയ്ഡ് ഹർ കൺക്ലൂഡ് ദാറ്റ് ഹർ ഹസ്ബൻഡ് വാസ് ഇൻ ലവ് വിത്ത് അനദർ വുമൺ. തന്റെ ഹസ്ബൻഡ് മറ്റൊരു വുമണുമായിട്ട് സ്നേഹബന്ധത്തിലാണ്, ലവിലാണെന്ന് ഉറപ്പുവരുത്താൻ പോളിയെ അത് സഹായിച്ചു, അല്ലെങ്കിൽ അത് പോളിയയ്ക്ക് ഉപകാരപ്പെട്ടു. ആ ഷീ വാസ് ഇല്ലിറ്ററേറ്റ്. ഷീ കുഡ് നോട്ട് റീഡ് വാട്ട് ദ ലെറ്റർ വാസ് അബൌട്ട്. പോളിയയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട്, എഴുതാൻ വായന അറിയാത്തത് കൊണ്ട് ആ ലെറ്ററിലുള്ള കണ്ടന്റ് എന്താണെന്ന് പോളിയയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഷീ കേഴ്സ്ഡ് ഹെർസെൽഫ് ഫോർ ബീയിങ് ഇല്ലിറ്ററേറ്റ് ആൻഡ് ക്രൈഡ്. തനിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തതിൽ പോളിയ തന്നെ കുറ്റപ്പെടുത്തി വിഷമിക്കുകയായിരുന്നു. വൈ ഡിഡ് ഷീ ഡിസൈഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്? എന്തിനാണ്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് പോളിയ എഴുതാനും വായിക്കാനും പഠിക്കാൻ തീരുമാനിച്ചത്? ഷീ വാണ്ടഡ് ടു നോ മോർ അബൌട്ട് ദ ലെറ്റർ. ആ ലെറ്ററിനെ കുറിച്ച്, പോളിക്ക് കിട്ടിയ ലെറ്ററിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പോളിയയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ദ ഓൺലി വേ ടു നോ മോർ അബൌട്ട് ദ കണ്ടന്റ് ഓഫ് ദ ലെറ്റർ വാസ് ടു ലേൺ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ആ ലെറ്ററിലുള്ള കണ്ടന്റ് വായിക്കാനുള്ള ഒരേ ഒരു വഴി റീഡിങ്ങും റൈറ്റിംഗ്, അതായത് എഴുതാനും വായിക്കാനും പഠിക്കാനെന്നായിരുന്നു. സോ ഷീ ഡിസൈഡഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. അതുകൊണ്ട് എഴുതാനും വായിക്കാനും പഠിക്കാൻ പോളിയ തീരുമാനിച്ചു. സെവൻത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ്ന്റ് പോളിയ ടെൽ ഹർ ഹസ്ബൻഡ് എനിത്തിങ് അബൌട്ട് ദ ലെറ്റർ? ആ ലെറ്ററിനെ കുറിച്ച് പോളിയുടെ ഹസ്ബൻഡിനോട് പോളിയ ഒന്നും പറയാത്തത് എന്താണ്? പോളിയ വാണ്ടഡ് ടു നോ ദ ട്രൂത്ത് അബൌട്ട് ദ ലെറ്റർ ബൈ ഹെർസെൽഫ്. സ്വന്തമായി തന്നെ ആ ലെറ്ററിന്റെ സത്യം എന്തെന്ന് പോളിയയ്ക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഷീ ഹാഡ് ഡിസൈഡഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ട്രൂത്ത് ബിഹൈൻഡ് ദ ലെറ്റർ. ലെറ്ററിന് പുറകിലുള്ള സത്യം അറിയാൻ പോളി എന്ത് ചെയ്തു? എഴുതാനും വായിക്കാനും പഠിക്കാൻ തീരുമാനിച്ചു. ആഫ്റ്റർ ലേണിംഗ് ടു റീഡ് ആൻഡ് റൈറ്റ് ഷീ കുഡ് ഫൈൻഡ് ദ ട്രൂത്ത്. എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ ആ ലെറ്ററിലുള്ള കാര്യം എന്താണെന്ന് പോളിക്ക് മനസ്സിലാകും. So she did not tell her husband anything regarding the letter. അതുകൊണ്ടാണ് പോളിയ ആ ലെറ്ററിനെ കുറിച്ചുള്ള ഒരു കാര്യം ഹസ്ബൻഡിനോട് പറയാത്തത്. 8th question, what made നിക്കോളോവിക് ഓവർജോയ്ഡ്? നിക്കോളോവിക്കിന് ഓവർജോയ്ഡ് സന്തോഷം വരാൻ കാരണം എന്ത്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് നിക്കോളോവിക് സന്തോഷനായത്? പോളിയാസ് ഡിസിഷൻ ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ് മേഡ് നിക്കോളോവിക് ഓവർജോയ്ഡ്.
പോളിയ എഴുതാനും വായിക്കാനും പഠിക്കാനെടുത്ത ആ ഒരു തീരുമാനമാണ് നിക്കോളോവിക്കിന് സന്തോഷമായത്. ഡിസ്ക്രൈബ് ഹൗ പോളിയ ലേൺ ടു റീഡ്. പോളിയ റീഡ്, അതായത് പോളിയ എഴുത്തും വായനയും പഠിച്ചത് അല്ലെങ്കിൽ പഠിക്കാനുണ്ടായ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹർ ഹസ്ബൻഡ് പോളിയ ബിഗൻ ടു ലേൺ. പോളിയയുടെ ഹസ്ബൻഡിന്റെ സഹായത്തോടെയാണ് പോളിയ എഴുതാനും വായിക്കാനും പഠിച്ചത്. ഫോർ 2 months ഷീ സ്റ്റഡീഡ് എവറി ഡേ. 2 മാസത്തോളം എല്ലാ ദിവസവും പോളിയ പഠിച്ചു. ഷീ പേഷ്യൻ്റ്ലി പുട്ട് ടുഗദർ ദ വേർഡ്സ്, ലേൺ ടു ഫോം ലെറ്റേഴ്സ് ആൻഡ് മെമ്മറൈസ് സെന്റൻസ്. പതിയെ പതിയെ പോളിയ വേർഡ്സിനെ ഒരുമിച്ച് വെച്ച് വായിക്കാൻ തുടങ്ങി. പിന്നെ അത് കാരണം വേർഡ്സിനെ ഒരുമിച്ച് വെച്ച് ലെറ്റേഴ്സ് ആക്കാൻ തുടങ്ങി. പിന്നെ ലെറ്റേഴ്സിന് എന്തോന്ന് ചെയ്തു? മെമ്മറൈസ് ചെയ്യാൻ തുടങ്ങി, സെന്റൻസുകളെ മെമ്മറൈസ് ചെയ്യാൻ തുടങ്ങി. ബിഫോർ ദ എൻഡ് ഓഫ് ദ 3rd month ഷീ ലേൺ ഹൗ ടു റീഡ്. 3ാമത്തെ മാസത്തിന്റെ അവസാനമായപ്പോഴേക്കും പോളിയ വായിക്കാൻ പഠിച്ചു കഴിഞ്ഞു. 10th question. What did Polia do after reading the letter? Why? ലെറ്റർ വായിച്ചതിന് ശേഷം പോളിയ എന്ത് ചെയ്തു? എന്തുകൊണ്ട്? After reading the letter, Polia pressed her lips together sadly and burst into tears. ലെറ്റർ വായിച്ചതിന് ശേഷം പോളിയ തന്റെ ചുണ്ടുകളെ അമർത്തി പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. She did so because she really felt sorry for misunderstanding her loving husband. തന്റെ സ്നേഹമയനായ ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിലാണ് പോളിയയ്ക്ക് വിഷമമായത്. What do you think about the ending of the story? ഈ കഥയുടെ അവസാനമായി നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ഈ കഥയുടെ അവസാനങ്ങൾ കേട്ടില്ലേ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഡിസ്കസ്. ദ സ്റ്റോറി എൻഡ്സ് വെരി ഡ്രമാറ്റിക്കലി. വളരെ നാടകീയമായിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ദ മെസ്സേജ് ദാറ്റ് ഇല്ലിറ്ററസി ഈസ് എ കേഴ്സ് ഈസ് കൺവേഡ് ത്രൂ ദ സ്റ്റോറി. വിദ്യാഭ്യാസമില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ് എന്നതാണ് ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. The story gives the message that anybody can read and write if he or she is ready to work for it. ഈ സ്റ്റോറി പറയുന്നത് ഒരാൾ സമ്മതനാണെങ്കിൽ, ഒരാൾ റെഡിയാണെങ്കിൽ, എഴുതാനും വായിക്കാനും പഠിക്കാൻ റെഡിയാണെങ്കിൽ അത് നടക്കുമെന്നാണ് പറയുന്നത്. The story ends with a beautiful twist. ഒരു ട്വിസ്റ്റോട് കൂടിയാണ് നമ്മുടെ സ്റ്റോറി അവസാനിക്കുന്നത്. പോളി എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. What do you think about Polia's character? Make a brief character sketch, justify your points with example. പോളിയെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കുക. താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻസ് ഇതൊക്കെയാണ്. ഇന്നസെന്റ് ആണ്, ഇല്ലിറ്ററേറ്റ് ആണ്, ഇന്റലിജന്റ് ആണ്, സെൻസിബിൾ ആണ്, ക്ലെവർ ആണ്, ഡിറ്റർമിൻഡ് ആണ്, സെൻസിറ്റീവ് ആണ്, പിന്നെ ആംബിഷ്യസ് ആണ്. പോളിയ ഈസ് an illiterate and innocent housewife. She is an ordinary country woman who doesn't feel any problem in living with the life of an illiterate person. She keeps on waiting her husband. Waiting and a serious spelling mistake under husband's repeated appeals to read and write. But she is clever and she wants to remain silent about the suspected love letter till she is convinced of the truth. She is truly determined as she decides to learn to read and write in order to know the secret of the letter. When she finally understands the loyalty of her husband, she bursts into tears. This shows her sensitive character and her love for her husband. We can infer that Polia is a nice, innocent, ambitious, illiterate but clever country woman with strong willpower. Second activity. Do you think Polia would have ever become literate if she had not come across Maria's letter to her husband? Why do you think so? Discuss the and write. ഇപ്പോൾ പോളിയ തൻ്റെ ഹസ്ബൻഡിന് മറിയയിൽ നിന്ന് വന്ന ലെറ്റർ കണ്ടില്ലായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും എഴുതാനോ വായിക്കാനോ പഠിക്കുമായിരുന്നോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ എഴുതുക. നോ, ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ എവർ ഈവൻ ട്രൈ ഓഫ് ലേണിംഗ് ടു റീഡ് ആൻഡ് റൈറ്റ്. ഒരിക്കലും എഴുതാനോ വായിക്കാനോ ശ്രമിക്കുക പോലുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ ലെറ്റർ ഷീ ബിക്കം ലിറ്ററേറ്റ്. ആ ലെറ്റർ കാരണമാണ് എന്ത് ചെയ്തത്? നമ്മുടെ പോളിയ പഠിക്കാൻ തീരുമാനിച്ചത്. Her husband's repeated requests to her to learn to read and write were of no use. തൻ്റെ ഹസ്ബൻഡിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അഭ്യർത്ഥനകൾ, റിക്വസ്റ്റുകൾ എന്തിനു വേണ്ടി? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പഠിക്കാൻ. അത് പോളിയ വകവച്ചത് പോലുമില്ല. പോളിയ നെവർ ഫെൽറ്റ് ദ നീഡ് ടു ലിറ്ററേറ്റ് എവർ ഇൻ ഹെർ ലൈഫ്. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിദ്യാഭ്യാസം വേണം എന്ന് പോളിയയ്ക്ക് തോന്നിയിട്ടില്ല. Only the urge to know the secret behind the letter made her take a decision to become literate. ആ ലെറ്ററിന് പുറകിലുള്ള സീക്രട്ട് എന്താണെന്നറിയാനുള്ള ഒരു തത്രപ്പാടാണ് പോളിയെ എഴുതാനും വായിക്കാനും പഠിക്കാൻ പ്രേരിപ്പിച്ചത്. യു ഹാവ് ലേൺ സംതിങ് അബൌട്ട് ദ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമ്മൾ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാൻ ആൻഡ് മീഡിയ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നൗ ഇറ്റ്സ് ടൈം ഫോർ യു ടു തിങ്ക് അബൌട്ട് എ മീഡിയ ലാബ് ഇൻ യുവർ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ ഒരു മീഡിയ ലാബിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്കിവിടെ എഴുതേണ്ടത്.
അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് വേണം, ഇൻ്റർനെറ്റ് വേണം, ടെലിവിഷൻ വേണം, ഇൻ്റർനെറ്റ് റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്, മോഡം വേണം, വൈഫൈ കണക്ഷൻ, പ്രൊജക്ടർ, ടെലിഫോൺ കണക്ഷൻ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ബുക്സ്. ഇതിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മീഡിയ ലെവൽ ക്രിയേറ്റ് ചെയ്യാം. ഫോർത്ത് വൺ, ആസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് യു ക്യാൻ പ്രിപ്പയർ എ വാൾ ന്യൂസ് പേപ്പർ. വാട്ട് കുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്? മീഡിയ ലാബിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു വാൾ ന്യൂസ് പേപ്പർ, നമുക്ക് ചുമരിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് പേപ്പർ നമുക്ക് തയ്യാറാക്കാം. അതിൻ്റെ അകത്ത് എന്തൊക്കെ വേണം? എഡിറ്റോറിയൽ വേണം, ആർട്ടിക്കിൾ വേണം, ന്യൂസ് റിപ്പോർട്ട് വേണം, നോട്ടീസ് വേണം, അനൗൺസ്മെൻറ്റ് വേണം, പിന്നെ എന്തൊക്കെ വേണം? നമുക്ക് ജോക്ക് ഉൾപ്പെടുത്താം. അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. ഫിഫ്ത്ത് വൺ, പോളിയ വാസ് ഇനിഷ്യലി ഇല്ലിറ്ററേറ്റ്. ഫൈനലി ഷീ ബിക്കം ലിറ്ററേറ്റ്. The word illiterate is opposite in meaning to the word literate, just as finally is the opposite in meaning to initially. പോളിയ ആദ്യം എന്തായിരുന്നു? ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, അവസാനം ലിറ്ററേറ്റ് ആയി. ആദ്യം എന്നതിനുള്ളതിന് ഇനിഷ്യൽ, അവസാനമുള്ളതിന് ഫൈനൽ. ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ് ഇതെല്ലാം എന്തോന്നാണ്? ഓപ്പോസിറ്റ്സ് വേഴ്സുകളാണ്. ഇവയെ നമ്മൾ എന്തോന്ന് പറയുന്നു? ആന്റണിംസ് എന്ന് പറയുന്നു. ഇല്ലിറ്ററേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ലിറ്ററേറ്റ്. താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിനെന്ത് ചെയ്യുക? നമുക്ക് ഓപ്പോസിറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളുടെ ഓപ്പോസിറ്റ് ഇതാണ്. അറൈവ്, ഡിപ്പാർട്ട്. അറൈവ് എന്ന് വെച്ചാൽ വരിക, ഡിപ്പാർട്ട് എന്ന് വെച്ചാൽ പോവുക. അസ്ലീപ്, അവേക്ക്, ഉറങ്ങുക, ഉറക്കമണിക്കുക. ഫോർഗട്ട്, റിമെമ്പർ, മറക്കുക, ഓർമ്മിക്കുക. ഹേറ്റ്, ലവ്, ഇഷ്ടപ്പെടാതിരിക്കുക, ഇഷ്ടപ്പെടുക. മോഡേൺ, ഏൻഷ്യൻ, പുതിയത്, പുരാതനമായത്. A few sentences are given in column A. Rewrite them in column B, substantiating the word underlined with their antonyms. അപ്പോൾ താഴെ കുറച്ച് രണ്ട് കോളംസിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലെ ചില വാക്കുകൾ ഓപ്പോസിറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക? ബി കോളത്തിൽ എഴുതുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതാണ്, ദ ടീച്ചർ ലൈക്സ് സ്റ്റുഡൻസ് ഹു കെയിം ഏർലി ടു സ്കൂൾ. സ്കൂളുകളിൽ നേരത്തെ വരുന്ന കുട്ടികളെ ടീച്ചർക്ക് ഇഷ്ടമുണ്ട്. അതിൽ ഓപ്പോസിറ്റ്സ് എഴുതുമ്പോൾ എങ്ങനെയാണ്? ദ ടീച്ചർ ഡിസ്ലൈക്ക് സ്റ്റുഡൻസ് ഹു കെയിം ലേറ്റ് ടു സ്കൂൾ. ലേറ്റ് ആയിട്ട് സ്കൂളിൽ വരുന്ന കുട്ടികളെ ടീച്ചർക്ക് ഇഷ്ടമില്ല. ഇതേപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ഓപ്പോസിറ്റ്സ് മാറ്റി എഴുതിയാൽ മതി. ദ വെസൽസ് ആർ ക്ലീൻ, വെസൽസ് ആർ ഡേർട്ടി. ലൈക്ക് ഹിം, ഐ ആൾവേസ് ഫിനിഷ് മൈ ഹോംവർക്ക് ഓൺ ടൈം. ലൈക്ക് ഹിം, ഐ ആൾവേസ് സ്റ്റാർട്ട് മൈ ഹോംവർക്ക് ഓൺ ടൈം. ഫിനിഷിന്റെ ഓപ്പോസിറ്റ് സ്റ്റാർട്ട് ആണ്. ഷീ വർക്ക്സ് ആസ് എ ടെമ്പററി ക്ലർക്ക് ഇൻ ദ കമ്പനി. ഷീ വർക്ക്സ് ആസ് എ പെർമനന്റ് ക്ലർക്ക് ഇൻ ദ കമ്പനി. പെർമനന്റ്, ടെമ്പററി. ദർ ഈസ് ഓർഡർ ഇൻ ദ ക്ലാസ് വെൻ ദ ടീച്ചർ ഈസ് പ്രസന്റ്. ദർ ഈസ് ഡിസോർഡർ ഇൻ ദ ക്ലാസ് വെൻ ദ ടീച്ചർ ഈസ് പ്രസന്റ്. ടീച്ചർ ഉള്ളപ്പോൾ ക്ലാസ് ഓർഡർ ആയിരിക്കും, ടീച്ചർ ഇല്ലാത്തപ്പോൾ ക്ലാസ് ഡിസോർഡർ ആയിരിക്കും. Antonyms are usually formed by adding prefixes such as miss, dis, un, im, er, in, etc. ആന്റണിംസ്, ഓപ്പോസിറ്റ്സ് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് റൂട്ട് വേർഡ്, പ്രധാനപ്പെട്ട വാക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിഫിക്സുകൾ ആഡ് ചെയ്യുമ്പോൾ. പ്രിഫിക്സ് എന്ന് വെച്ചാൽ ആദ്യം വരുന്നത്. ഇപ്പം വാക്കുകൾ, പ്രിഫിക്സ് ആഡ് ചെയ്യുന്ന വാക്കുകൾ മിസ്, ഡിസ് അതുപോലത്തെ വാക്കുകളാണ്. ഇപ്പോൾ കണ്ടില്ലേ, ബിഹേവ്, മിസ്ബിഹേവ്, ബിഹേവ്. ആ ബിഹേവ് എന്ന വാക്കുകളിൽ പ്രിഫിക്സ് ആയ മിസ് ചേർത്തപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടി. കണക്ട്, ഡിസ്കണക്ട്, കൈൻഡ്, അൺകൈൻഡ്. ഇതേപോലെ എന്ത് ചെയ്യുക? കുറച്ച് നമുക്ക് വാക്കുകൾ കണ്ടുപിടിക്കാം. ഇത് അടുത്ത ആക്ടിവിറ്റിയാണ്. താഴെ കുറച്ച് വാക്കുകളിൽ എന്ത് ചെയ്യുക? പ്രിഫിക്സുകൾ ആഡ് ചെയ്ത് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുക. റെഗുലർ, ഇറഗുലർ, പെർഫെക്റ്റ്, ഇംപെർഫെക്റ്റ്, സേഫ്, അൺസേഫ്, സഫിഷ്യൻറ്റ്, ഇൻസഫിഷ്യൻറ്റ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇന്റർപ്രറ്റ്, മിസ്ഇന്റർപ്രറ്റ്, ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്, കറക്റ്റ്, ഇൻകറക്റ്റ്, അപ്പിയർ, ഡിസപ്പിയർ, കോൺഷ്യസ്, അൺകോൺഷ്യസ്, ലെജിറ്റിമേറ്റ്, ഇല്ലെജിറ്റിമേറ്റ്, ഹ്യൂമൻ, ഇൻഹ്യൂമൻ, ന്യൂട്രീഷൻ, മാൽ ന്യൂട്രീഷൻ. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. Sixth activity, read and analyze the following sentences from the passage The Television. ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ കുറിച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. The radio was in fact developed from the telegraph which was invented by Cook and Wheatstone in 1835. ഇതിൽ ഈ ഒറ്റ സെന്റൻസ് ആണ്. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. The radio was in fact developed from the telegraph. ഓക്കെ, അത് കഴിഞ്ഞ് it was invented by Cook and Wheatstone in 1835. ഈ രണ്ട് സെന്റൻസുകളെ വിച്ച് എന്ന് പറയുന്ന ആ ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മുകളിൽ ഒറ്റ സെന്റൻസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ദ റിലേറ്റീവ് പ്രോനൗൺ വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ദ സെന്റൻസസ്. റിലേറ്റീവ് പ്രോനൗൺ ആയ വിച്ച് ആണ് ഈ സെന്റൻസുകളെ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ദ സെന്റൻസ് ബിഗിനിങ് വിത്ത് വിച്ച് ഡിസ്ക്രൈബ്സ് ദ വേർഡ് ടെലഗ്രാഫ്. ഓക്കെ, വിച്ച് തൊട്ട് തുടങ്ങുന്ന ആ ഒരു സെന്റൻസ് എന്ത് ചെയ്യുന്നു? ടെലഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ദ കമ്പൈൻഡ് സെന്റൻസ് ഗിവ്സ് ആസ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ ടെലഗ്രാഫ്. ഈ കമ്പൈൻ ചെയ്ത സെന്റൻസ് എന്തോ ചെയ്യുന്നു? ഈ ടെലഗ്രാഫിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. Examine the following sentences. It was a Scotsman named Jailbird who invented the television. Most of the pigeons that were used for carrying messages had a sense of right decisions. Long ago, birds used to carry messages which were clipped to their wings.
ഇതും കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് റിലേറ്റീവ് പ്രൊണൗൺസ് വെച്ച്. ഫസ്റ്റ് സെന്റൻസിൽ ഹൂ എന്ന വാക്കാണ്. ഓക്കെ, ഇറ്റ് വാസ് എ സ്കോട്ട്മാൻ നെയ്മഡ് ജെയിൽ ബേർഡ് ഹൂ ഇൻവെന്റഡ്. സ്കോട്ട്മാൻ ആയ ജെയിൽ ബേർഡ് എന്ന പേരുള്ള ഒരാളാണ് ടെലിവിഷൻ ഇൻവെന്റ് ചെയ്തത്. മലയാളത്തിൽ പറയുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് വലിയ വ്യത്യാസം തോന്നുന്നില്ല, പക്ഷേ ഇംഗ്ലീഷിൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മോസ്റ്റ് ഓഫ് ദ പീജൻസ് ദാറ്റ് വെയർ, ആ വെയർ ആണ് റിലേറ്റീവ് പ്രൊണൗൺ. അടുത്ത് ലോങ് എഗോ ബേർഡ്സ് യൂസ് ടു ക്യാരി മെസ്സേജസ് വിച്ച് വെയർ ക്ലിപ്പ് ടു ദെയർ വിങ്സ് ആണ്. ഓക്കെ, ബേർഡ്സിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ദെയർ ആണ് അവിടെ വന്നത്. ഇതേപോലെ കുറച്ചധികം വാക്കുകൾ നമുക്ക് കണ്ടുപിടിക്കണം. അവിടെ 3 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹിയർ പോളിയ ഹി സെഡ് ഈസ് ദ ലേറ്റസ്റ്റ് teacher's version which is based on up-to-date method. I am going to show you how to use it. Okay, but it was Charles Babbage of England who made the first calculating machine. The mail was carried in 4 letter boxes which were attached to the special saddle blanket. At the activity, here is a list of statements. Elicit responses from your friends and fill in the columns. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ചിന്തിച്ച് എന്ത് ചെയ്യുക, അതിന് കുറച്ച് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. ഒരെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്. രാഹുൽ, വൺ ഓഫ് യുവർ ആൻസർ മേ ബി ലൈക്ക് ദിസ്. കുറച്ച് ആൻസർ ഇങ്ങനെ ആയിരിക്കണം. രാഹുൽ ഈസ് വൺ ഹു സ്ലീപ്സ് ഫോർ മോർ ദാൻ 8 hours a night. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? someone who sleeps more than 8 hours a night. ആരോ ഒരാൾ ഒരു ദിവസം 8 മണിക്കൂർ ഉറങ്ങും. അത് ആരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? രാഹുൽ ഈസ് ദ വൺ ഹു സ്ലീപ്സ് ഫോർ മോർ ദാൻ 8 hours a night. ഇങ്ങനെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺ വെച്ച് എഴുതുക. രണ്ടാമത്തത് നെയിം ദ വൺ ഹൂസ് പെറ്റ് ഈസ് എ കാറ്റ്. മനു ഈസ് ദ വൺ ഹൂസ് പെറ്റ് ഈസ് എ കാറ്റ്. The boy or girl whom you like the most. Sharika is the girl whom I like the most. Someone who reads more than you do. Gautam is the one who reads more than you do. More than I do. Okay. നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം നിങ്ങളായിട്ട് പറയണം. നിങ്ങളെക്കാളും കൂടുതൽ വായിക്കുന്നത് ആരാണ്? ഗൗതമാണ്. എന്നെക്കാളും കൂടുതൽ വായിക്കുന്നത്. അതാണ് യു മാറി നമ്മളുടെ ഐ ഇട്ടത്. Someone who is more musical than you. Srilashmi is the one who is more musical than me. The color which you like the most. Red is the color which I like the most. Someone whom you gave a birthday gift. Raj is the one to whom I gave a birthday gift. A place where you would like to spend your holidays. Alaska is the place where I would like to spend my holidays. A movie which you recently watched. Cinderella is the movie which I recently watched. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പേരുകൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ മാറ്റാം. പക്ഷേ സെന്റൻസിൽ ബാക്കി വ്യത്യാസങ്ങളൊന്നും വരുത്തരുത്. We use who അല്ലെങ്കിൽ whom when we talk about people. ആൾക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൂ അല്ലെങ്കിൽ ഹൂം, ആര് അല്ലെങ്കിൽ ആരുടെ എന്ന് പറയും. വെൻ വി ടോക്ക് അബൌട്ട് തിങ്സ്, വസ്തുക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ദാറ്റ് അല്ലെങ്കിൽ വിച്ച്, അത് അല്ലെങ്കിൽ ഇത് എന്നൊക്കെ അങ്ങനെ പറയാറില്ലേ? അതേ പറയാറുള്ളൂ, അല്ലാതെ ഹൂ ഉപയോഗിക്കാറില്ല. താഴെ ഹൂ, വിച്ച്, ദാറ്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള സെന്റൻസുകളുണ്ട്. ആദ്യം ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എ ടീച്ചർ ഈസ് എ പേഴ്സൺ ഹൂ ടീച്ചേഴ്സ്. അതാണ് ഫസ്റ്റ് എത്തത്. അവിടെ ഹൂ ആണ് നമ്മൾ ചേർത്തത്. ടീച്ചർ ഒരു ലിവിങ് തിങ് അല്ലെങ്കിൽ ഒരു ആളായതുകൊണ്ടാണ്. എ ഡിക്ഷണറി ഡാഷ് യൂസ്ഡ് ഫോർ റെഫറൻസ്. ഡിക്ഷണറി എന്താണ്? ഒരു വസ്തുവാണ്, തിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ഉപയോഗിക്കും. എ ഡിക്ഷണറി ഈസ് എ ബുക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെഫറൻസ്. അടുത്ത് ദിസ് ഈസ് ദ ഹൗസ് വിച്ച് ജെയിൻ ബിൽഡ്. ഹൗസ് എന്താണ്? ഒരു തിങ് ആണ്, അതുകൊണ്ടാണ് വിച്ച് നമ്മുടെ യൂസ് ചെയ്തത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂസിങ് റിലേറ്റീവ് പ്രൊണൗൺസ്. റിലേറ്റീവ് പ്രൊണൗൺസ് വെച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഫസ്റ്റത്തെ ചോദ്യത്തിന് ഉത്തരം മുകളിൽ കൊടുത്തിട്ടുണ്ട്. നെയിം ദ റിവർ ദാറ്റ് ഫ്ലോസ് നിയർ യുവർ ഹൗസ്. പെരിയാർ ഇസ് ദ റിവർ ദാറ്റ് ഫ്ലോസ് നിയർ മൈ ഹൗസ്. അതിന് വേറൊരു ഉത്തരവും ഞാൻ തന്നിട്ടുണ്ട്. പമ്പ ഇസ് ദ റിവർ വിച്ച് ഫ്ലോസ് നിയർ മൈ ഹൗസ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തോട് പോകുന്ന പുഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പുഴയുടെ പേരെഴുതാം. ബി നെയിം ദ പേഴ്സൺ ഹൂ യു ലൈക്ക് ദ മോസ്റ്റ്. രോഹിത് ഇസ് എ പേഴ്സൺ ഹൂ ഐ ലൈക്ക് ദ മോസ്റ്റ്. വിച്ച് ഈസ് എ സ്റ്റോറി അബൌട്ട് യു, സ്റ്റോറി ദാറ്റ് യു റീസെൻ്റ്ലി റീഡ്. Jungle Book is the story that I recently read. Name the oldest person who lives in your neighborhood. Janaki is the oldest person who lives in my neighborhood. ഇതിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് പേര് മാറ്റാം. പക്ഷേ സെന്റൻസുകളിൽ വ്യത്യാസം വരുത്തരുത്. അടുത്ത ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സെന്റൻസ്. പോളിയാസ് ഹസ്ബൻഡ് ലേൺ നോട്ട് ഓൺലി ഹൗ ടു റൈറ്റ് ഹിസ് നെയിം ബട്ട് ആൾസോ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ. ഇവിടെ നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ യൂസ് ആണ് നമ്മൾ പഠിക്കുന്നത്. വി ക്യാൻ സ്പ്ലിറ്റ് ദ എബോവ് സെന്റൻസ് ഇൻടു 2. ഈ സെന്റൻസുകളെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. പോളിയാസ് ഹസ്ബൻഡ് ലേൺ ഹൗ ടു റൈറ്റ് ഹിസ് നെയിം, അത് ഒരു സെന്റൻസ്. ഹി ആൾസോ ലേൺ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ, അത് അടുത്തത്. ദ സൺ ഗീവ്സ് us ലൈറ്റ്, ഇറ്റ് ആൾസോ ഗീവ്സ് us ഹീറ്റ്. സൺ നമുക്ക് ചൂട് തരുന്നു, അതോടൊപ്പം ലൈറ്റും തരുന്നു. ഈ സെന്റൻസുകളെ നോട്ട് ഓൺലി ബട്ട് ആൾസോ വെച്ച് നമുക്ക് കമ്പൈൻ ചെയ്യാം. എങ്ങനെയാണ്? ദ സൺ ഗീവ്സ് us നോട്ട് ഓൺലി ലൈറ്റ് ബട്ട് ആൾസോ ഹീറ്റ്. അടുത്ത സെന്റൻസ് നോക്കിക്കോളൂ. ദ മൂൺ ഗീവ്സ് us ലൈറ്റ് അറ്റ് നൈറ്റ്, ദ സ്റ്റാർ ഗീവ്സ് us ലൈറ്റ് അറ്റ് നൈറ്റ്. ഹിയർ ദ സബ്ജക്ട്സ് ആർ ദ മൂൺ ആൻഡ് സ്റ്റാർസ്. ഈ സെന്റൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ നോട്ട് ഓൺലി ദ മൂൺ ബട്ട് ആൾസോ ദ സ്റ്റാർസ് ഗീവ്സ് us ലൈറ്റ് അറ്റ് നൈറ്റ്. ഇവിടെ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ
അവരുടെ ക്വാളിറ്റീസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ ഉപയോഗിക്കുന്നു. പക്ഷേ സബ്ജക്റ്റ് വേറെ വേറെ ആളാണെങ്കിൽ ഈ നോട്ട് ഓൺലി ബട്ട് ആൾസോ നമ്മൾ സബ്ജക്റ്റുകൾക്ക് മുമ്പേ ഉപയോഗിക്കും. ഇവിടെ നോക്കിക്കോളൂ, ദ സൺ ഗീവ്സ് അസ് ലൈറ്റ്, ഇറ്റ് ആൾസോ ഗീവ്സ് അസ് ഹീറ്റ്. സൺ നമുക്ക് ലൈറ്റ് തരുന്നു, സൺ നമുക്ക് ചൂട് തരുന്നു. ഇവിടെ സൺ ആണ് നമ്മുടെ സബ്ജക്റ്റ്, ഒരാളാണ്. അതുകൊണ്ടാണ് ദ സൺ ഗീവ്സ് അസ് നോട്ട് ഓൺലി ലൈറ്റ് ബട്ട് ആൾസോ ഹീറ്റ് നമ്മൾ എഴുതിയത്. പക്ഷേ താഴെയാണെങ്കിലോ മൂൺ ഗീവ്സ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്. മൂൺ നമുക്ക് രാത്രി വെളിച്ചം തരുന്നു. അതേപോലെ സ്റ്റാർ ആൾസോ ഗീവ്സ് ലൈറ്റ് അറ്റ് നൈറ്റ്. സ്റ്റാർസും നമുക്ക് രാത്രി വെളിച്ചം തരുന്നു. ഇവിടെ സബ്ജക്റ്റുകൾ മൂണും സ്റ്റാറുമാണ്. അപ്പോൾ സബ്ജക്റ്റുകൾ രണ്ട് പേരുണ്ട്, ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റുകൾക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തത്, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഉപയോഗിച്ചത്. നോട്ട് ഓൺലി ദ മൂൺ ബട്ട് ആൾസോ ദ സ്റ്റാർസ് ഗീവ്സ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ദ വേർഡ്സ് ഗിവൺ അഗെയിൻസ്റ്റ് ദം. മേക്ക് സെന്റൻസസ് യൂസിങ് നോട്ട് ഓൺലി ബട്ട് ആൾസോ. താഴെ കുറച്ച് പിക്ചേഴ്സും അതിനകത്ത് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിനെ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുക, നമുക്ക് നോട്ട് ഓൺലി ബട്ട് ആൾസോ വെച്ച് സെന്റൻസുകൾ നിർമ്മിക്കണം. ഒന്നാമത്തേത്, ദ ട്രീസ് ഗീവ്സ് അസ് നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ടു ഈറ്റ് ബട്ട് ആൾസോ ഫയർവുഡ് ടു ബേൺ. ഇവിടെ ട്രീസ് ഒന്നേ ഉള്ളൂ. നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ബട്ട് ആൾസോ പൾസസ് ആർ റിച്ച് ഇൻ വിറ്റമിൻസ്. ഇവിടെ സബ്ജക്റ്റുകൾ രണ്ടെണ്ണം ഉണ്ട്. ജവഹർലാൽ നെഹ്റു വാസ് നോട്ട് ഓൺലി ദ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ ബട്ട് ആൾസോ ദ ഗ്രേറ്റ് റൈറ്റർ. ഇവിടെ സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ. സരോജിനി നായിഡു വാസ് നോട്ട് ഓൺലി എ പോയറ്റ് ബട്ട് ആൾസോ എ ഫ്രീഡം ഫൈറ്റർ. ഇവിടെയും സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ. ദ ടി വി നോട്ട് ഓൺലി എഡ്യൂക്കേറ്റ്സ് ബട്ട് ആൾസോ entertains us. ഇവിടെയും സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ. ന്യൂസ് പേപ്പർ brings us not only the national news but also the international news. ഇവിടെയും സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ. Here are some details about two great personalities. Write a few sentences about them using not only but also. ഇവിടെ എബ്രഹാം ലിങ്കനെ കുറിച്ചും ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവയെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ഓൺലി ബട്ട് ആൾസോ വെച്ച് കമ്പൈൻ ചെയ്യുക. ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എബ്രഹാം ലിങ്കൻ വാസ് ഫേമസ് നോട്ട് ഓൺലി ഫോർ ഹിസ് ഓണസ്റ്റി ബട്ട് ആൾസോ ഫോർ ഹിസ് കൈൻഡ്നസ് ടു അനിമൽസ്. ഇതേപോലെ മറ്റുള്ള സെന്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. എബ്രഹാം ലിങ്കൻ നോട്ട് ഓൺലി ഹെൽപ് ദ പുവർ ബട്ട് ആൾസോ പുട്ട് an end to slavery in Africa. Abraham Lincoln was not only a politician but also a great president. Dr. S. Radhakrishnan was not only a writer but also a teacher. Dr. S. Radhakrishnan was famous not only as a scholar but also an orator. Dr. S. Radhakrishnan was not only a great president but also the chairman of UNESCO. In the following passage, some words are wrongly used. Underline the wrong words and rewrite the passage using appropriate words. താഴെ തന്നിട്ടുള്ള കുറച്ച് വാക്കുകൾ തെറ്റാണ് ഇടയ്ക്കുള്ളത്. അതെന്ത് ചെയ്യുക, കൃത്യമായി കണ്ടുപിടിച്ച് നമ്മളതിനെ തിരുത്തി എഴുതണം. ഇതിൽ തെറ്റ് ചെയ്തതൊക്കെയാണ് ദ പേഴ്സൺ വിച്ചിന് പകരം ഹൂ ആണ് അവിടെ വരുന്നത്. മെയ്ഡ് എ റിയൽ ഇംപ്രഷൻ ഓൺ മീ വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അടുത്തത് ഐ റിയലി ലൈക്ക് ഷാജി ബിക്കോസ് ഹി ആൾവേസ് ഹെൽപ്പ് മീ. വിച്ചിന് പകരം വെൻ ആണ് അവിടെ വരുന്നത്. തിങ്സ് വെൻ റോങ്. ഹി ഈസ് ലൈക്ക് എ സ്ട്രോങ് വാൾ ടു ലേൺ ഓൺ. വേറിന് പകരം വെൻ. I have problems at home or at school. Shaji has dark hair and a beautiful smile. Who വിന് പകരം which I can recognize from a distance. Read the passage given below. We know that the internet is quite common today, but it can be either a blessing or a curse. It depends on how we use it. But when we browse, we may find a lot of things. They may be either useful or abusive. Either restrict the use of the internet or stop going online. Continue using the other sources of information. We must be discreet in our action. ഇവിടെ examine the use of either or in the sentence. ഈ സെന്റൻസിൽ either or എന്ന് പറയുന്ന വാക്കുകൾ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ either or is used to combine two parts of a sentence or two sentences. either or ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ഒരു സെന്റൻസിലെ രണ്ട് ഭാഗങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളെ തമ്മിൽ ഒന്നിപ്പിക്കാനാണ്. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, താഴെ നമുക്ക് എഴുതാം. either or is used in second line to connect the two parts of a sentence. ഇപ്പോൾ രണ്ടാമത്തെ ലൈനിൽ either or ഉപയോഗിച്ചിരിക്കുന്നത് സെന്റൻസുകളുടെ രണ്ട് ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ്. either a blessing or a curse. either or is used in fourth line to connect two parts of the sentence. ഫോർത്ത് ലൈനിലും സെന്റൻസിന്റെ രണ്ട് പാർട്ടുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് either or ഉപയോഗിച്ചിരിക്കുന്നത്. they may be either useful or abusive. പക്ഷേ ഫിഫ്ത്ത് ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യാനാണ്. either restrict the use of the internet or stop going online. Here are a few problems. Suggest two solutions. Use either or. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതിന് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ, either or വെച്ച്. യുവർ സയൻസ് ടീച്ചർ ഈസ് ഓൺ ലീവ്. നമ്മുടെ സയൻസ് ടീച്ചർ ലീവിലാണ്. അപ്പോൾ സൊല്യൂഷൻ എന്താണ്, വി മേ either sit in the class and read or go to the library. ഒന്നുകിൽ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് വായിക്കുക അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോവുക. അതേപോലെ ബാക്കിയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ്. എ ബിൽഡിംഗ് ക്യാച്ചസ് ഫയർ.
അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ലെറ്റ് us either call the fire force or try to put out the fire. നമ്മുടെ ബിൽഡിംഗ് തീ കത്തുകയാണ്. ഒന്നുകിൽ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുക അല്ലെങ്കിൽ അതിനെ അണയ്ക്കാൻ നോക്കുക. അടുത്ത് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണ്. അപ്പോൾ ഐ വിൽ ഈദർ സീക്ക് മൈ ഫ്രണ്ട്സ് ഹെൽപ്പ് ഓർ ആസ്ക് മൈ ടീച്ചർ ടു ഹെൽപ്പ് മീ ഇൻ സോൾവിംഗ് ദ പ്രോബ്ലം. ഒന്നുകിൽ സുഹൃത്തിൻ്റെ സഹായം തേടുക അല്ലെങ്കിൽ ടീച്ചറിൻ്റെ സഹായം തേടുക. യു ഡോണ്ട് ഹാവ് എ പെൻ. നിന്റെ കയ്യിൽ പേനയില്ല. ഐ വിൽ either borrow a pen or write with a pencil. ഒന്നുകിൽ ഞാനൊരു പേന കടം വാങ്ങും അല്ലെങ്കിൽ പെൻസിൽ വെച്ച് എഴുതും. യു ആർ alone at home. നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഐ വിൽ either go to my friend's house or go out to play. ഒന്നുകിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ കളിക്കാൻ പോകും. Look at the sentence from the passage, the story of the message. The riders of the Pony Express were chosen for their lightweight as well as their riding ability. Most of them were young boys. The above statement sentence is rather lengthy. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ സെന്റൻസ് അല്പം വലുതാണ്. നമുക്കതിന് എന്ത് ചെയ്യാം? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ദ റൈഡേഴ്സ് ഓഫ് ദ പോണി എക്സ്പ്രസ് വെയർ ചോസൺ ഫോർ ദ ലൈറ്റ് വെയ്റ്റ്. ദേ വെയർ ആൾസോ ചോസൺ ഫോർ ദെയർ റൈഡിംഗ് എബിലിറ്റി. ഇവിടെ look at the words given in the bubbles. ബബിൾസിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. യൂസിംഗ് ദീസ് വേർഡ്സ് മേക്ക് as many sentences as possible about what you and your friends can do. നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതൊക്കെ രീതിയിൽ കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ മേക്ക് ചെയ്യുക. as well as എന്ന വാക്ക് ഉപയോഗിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇത് മേക്ക് ചെയ്യേണ്ടത്. ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈ ഫ്രണ്ട് ബേബി ക്യാൻ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ ആസ് പെയിന്റ് പോർട്രേറ്റ്സ്. എൻ്റെ കൂട്ടുകാരൻ ബേബിക്ക് പിക്ചേഴ്സ് വരയ്ക്കാനും അറിയാം, പെയിന്റ് പോർട്രേറ്റ്സ് പടം വരയ്ക്കാനില്ലേ അത് വരയ്ക്കാനും അറിയാം. ഇതേപോലെ എന്ത് ചെയ്യണം? നമ്മൾ സെന്റൻസുകൾ കമ്പൈൻ ചെയ്യണം. പോരാത്തതിന് അടുത്തൊരു സെന്റൻസ് കണ്ടില്ലേ? അടുത്ത എക്സാമിൻ ദ ഫോളോയിങ് സെന്റൻസ്. ദ ടീച്ചർ ആസ് വെൽ ആസ് ദ ഹെഡ് മാസ്റ്റർ മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ് യു മേ നോട്ടീസ് ദാറ്റ് ദ വെർബ് agrees with the first subject. You write more examples. One has been done for you. The moon as well as the stars gives a sight. വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തിന് എങ്ങനെ ഉപയോഗിക്കണം ഇവിടെ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ രണ്ടിനും ഒരേ ഉത്തരമാണ്. My wife can drive a car as well as ride a bike. I can draw pictures as well as paint portraits. I can swim as well as play cricket. He can use the computer as well as read the books in free time. Varun can play chess as well as attend meditation class. Pooja can wash her dress as well as do the cooking. ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് സെന്റൻസുകൾ ഇതിൽ നിന്നും കമ്പൈൻ ചെയ്താൽ കുറച്ച് നിങ്ങൾ തന്നെ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. Read the sentences from the story Polya. Here Polya, he said, is the latest teach yourself Russian which is based on up-to-date methods. I am going to show you how to use it. Here we use going to talk about what we intend to do in the near future. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗോയിങ് ടു എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വരും കാലങ്ങളിൽ അതായത് നിയർ ഫ്യൂച്ചർ അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഗോയിങ് ടു എന്ന് പറയും. വി യൂസ് ഗോയിങ് ടു വെൻ വി ഹാവ് ഓൾറെഡി ഡിസൈഡഡ് ടു സംതിങ്. അല്ലെങ്കിൽ നമ്മൾ ഗോയിങ് ടു എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉടനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ച് വെച്ച കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. It's the 1st of January. How old are these people going to be on their next birthday? ഇപ്പോൾ ജനുവരി 1. ഇപ്പോൾ താഴെ കുറച്ച് ആൾക്കാരെ പേര് കൊടുത്തിട്ടുണ്ട്. അവരുടെ ബർത്ത്ഡേ ആകുമ്പോഴേക്കും എത്ര വയസ്സാകും എന്നാണ് ഇവിടെ ചെയ്യേണ്ടത്. അരുൺ ഈസ് ഗോയിങ് ടു ബി 12 on March 15. അരുൺ മാർച്ച് 15 ആകുമ്പോഴേക്കും 12 വയസ്സാകാൻ പോവുകയാണ്. ഇതേപോലെ എന്ത് ചെയ്യുക? ബാക്കി നമുക്ക് 3 കൂടിയുണ്ട്. അതിൽ ഒന്ന് നിങ്ങളുടേതാണ്. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അമൽ ഈസ് ഗോയിങ് ടു ബി 14 on July 27. Joy and Jamal are going to be 15 on September 6. താഴത്തത് നിങ്ങൾ എഴുതണം. ഇത് ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ്. I am going to be 21 on April 8. അടുത്ത ആക്ടിവിറ്റി complete these sentences. Use the correct form of going to and verbs given in the brackets. ഇപ്പോൾ കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. This is going to be a very busy weekend. ഇതേപോലെ going to വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? മറ്റേത് കംപ്ലീറ്റ് ചെയ്യുക. On Friday, my friend Ben and I are going to see a movie. After the movie, we are going to eat dinner at our favorite Thai restaurant. സംഭവം വളരെ എളുപ്പമാണ്. Look at the report from a newspaper. The US president will arrive in Delhi tomorrow. He will talk on the current financial crisis. He will not be here for long. You will watch live reports on TV. ഇവിടെ വില്ലിനെ കുറിച്ചുള്ള ഉപയോഗമാണ് പറയുന്നത്. Here, will is used to denote a future course of time. ഫ്യൂച്ചറിൽ വരും കാലത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ് വിൽ ഉപയോഗിക്കുന്നത്. താഴെ കണ്ടില്ലേ? നൗ യു മേ എക്സാമിൻ ദ ടൂർ ചാർട്ട് ഓഫ് ആരിഫ്. ആരിഫിന്റെ ടൂർ ചാർട്ട് നമ്മുടെ കൊറോണ സമയത്തുള്ള മറ്റേ റിപ്പോർട്ടിലെ റൂട്ട് മാപ്പ് അതേപോലെ ആയിട്ടുണ്ട്. ആരിഫ് ഈസ് ട്രാവലിംഗ് ത്രൂ സൗത്ത് ഇന്ത്യ. ആരിഫ് സൗത്ത് ഇന്ത്യയിലൂടെ ട്രാവൽ ചെയ്യുകയാണ്. കംപ്ലീറ്റ് ദ സെന്റൻസസ് വിത്ത് ഹി വാസ്, ഹി ഈസ് ഓർ ഹി വിൽ ബി, നോട്ട് ദ ടൈം ഇൻഡിക്കേറ്റേഴ്സ്. ഈ സെന്റൻസുകളെ ഹി വാസ്, ഹി ഈസ് ഓർ ഹി വിൽ ബി എന്ന വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ സെന്റൻസുകൾ കൊണ്ട്
നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സമയവും കൃത്യമായി നമ്മൾ നോക്കേണ്ടതാണ്. ഫസ്റ്റത്തെ കൊടുത്തിട്ടുണ്ട് യെസ്റ്റർഡേ ഹി വാസ് ഇൻ കൊച്ചിൻ. കഴിഞ്ഞ ദിവസം അവൻ കൊച്ചിനിലായിരുന്നു. അറ്റ് ദ മൊമെന്റ് ഹി ഈസ് ഇൻ പാലക്കാട്. ഇപ്പോൾ അവൻ പാലക്കാടാണ്. ആഫ്റ്റർ 1 hour ഹി വിൽ ബി അറ്റ് മലമ്പുഴ ഡാം. 1 മണിക്കൂറിന് ശേഷം അവൻ മലമ്പുഴ ഡാമിലായിരിക്കും. ടുമാറോ ഹി വിൽ ബി അറ്റ് കോവൈ. നാളെ അവൻ കോവയിലായിരിക്കും. ആഫ്റ്റർ 3 days ഹി വിൽ ബി ഇൻ ചെന്നൈ. 3 ദിവസം കഴിഞ്ഞ് അവൻ ചെന്നൈയിലായിരിക്കും. 2 days ago ഹി വാസ് അറ്റ് തിരുവനന്തപുരം. 2 ദിവസം മുമ്പ് അവൻ തിരുവനന്തപുരത്തായിരുന്നു. ആഫ്റ്റർ 2 weeks ഹി വിൽ ബി ഇൻ ഹൈദരാബാദ്. 2 ആഴ്ച കഴിഞ്ഞ് അവൻ ഹൈദരാബാദിലേക്ക് പോകും. ഹിയർ ആർ സം സിറ്റുവേഷൻസ് യു മേ റീഡ് ദം ആൻഡ് റൈറ്റ് വാട്ട് യു വിൽ ഡു ഇൻ ദീസ് സിറ്റുവേഷൻസ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടതെന്ന് എഴുതുക. യൂസ് ദീസ് വേർബ്സ്. ആൻസർ, ക്യാരി, ഹാവ്, പോ, ഷർട്ട് ഓർ എനി വേർഡ് ഓഫ് യുവർ ചോയ്സ്. ഈ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എടുത്ത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാം. യു ആൻഡ് യുവർ ഫ്രണ്ട് ഹാവ് കം ഇൻ ടു ദ റൂം. ദ വിൻഡോ ഈസ് ഓപ്പൺ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും റൂമിനകത്ത് വരികയാണ്. അവിടെ വിൻഡോ ജനാല തുറന്നു കിടക്കുകയാണ്. പോലെ തന്നെ അവിടെ വളരെ തണുപ്പാണ്. അവിടെ നമ്മൾ എന്തോ ഉത്തരം നൽകും? ഐ വിൽ ഷട്ട് ദ വിൻഡോ. അവിടെ എന്തോ ഉത്തരം ഇതാണ്, ഞാൻ വിൻഡോയെ അടയ്ക്കും. ദ ഫോൺ ഈസ് റിംഗിങ്. യു ആർ ദ പേഴ്സൺ ക്ലോസ് ടു ഇറ്റ്. ഐ വിൽ ആൻസർ ഇറ്റ്. ഇതാണ് ഉത്തരം. ഫോൺ റിംഗ് ചെയ്യുന്നു, നീയാണ് അതിൻ്റെ അടുത്തിരിക്കുന്നത്, അപ്പോൾ നീ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഞാൻ ആ ഫോണിന് ആൻസർ കൊടുക്കാം. ദ ചോയ്സ് ഓൺ ദ മെനു ഈസ് ഫിഷ് ആൻഡ് ചിക്കൻ. ആ മെനുവിലുള്ള ചോയ്സ് ഫിഷും ചിക്കനുമാണ്. യു ഹേറ്റ് ഫിഷ്. നിനക്ക് ഫിഷ് ഇഷ്ടമല്ലല്ലോ. ഐ വിൽ ഹാവ് ചിക്കൻ. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ ചിക്കൻ കഴിക്കാം. യു ആർ മീറ്റിംഗ് എ ഫ്രണ്ട് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഹി ഹാസ് 2 suitcases. ദെയർ ഈസ് എ ബാഗ് ടു. ഇവിടെ ഉത്തരം എന്താണ്? ഐ വിൽ ക്യാരി എ സൂട്ട് കേസ്. യുവർ ഫ്രണ്ട് വാണ്ട്സ് ടു പോസ്റ്റ് എ ലെറ്റർ ഹി ഹാസ് റിട്ടൺ. യു ആർ ഗോയിങ് ടു സ്കൂൾ. പാസ് ദ പോസ്റ്റ് ഓഫീസ്. ഇവിടെ ഐ വിൽ പോസ്റ്റ് ദ ലെറ്റർ.